ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചർച്ച് ഓഫ് ബോം ജീസസ് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇൻഫൻറ്റ് ജീസസ് ആ കാണുന്ന ചർച്ച് അവിടെ കയറിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ കൂടിയാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങടേക്ക് കയറി. അപ്പോൾ ഈ വഴി നമുക്ക് നേരെ ഈ ചേർച്ചിലേക്ക് പോവാം. ആ കാണുന്നതാണ് ചേർച്ച്, ആ കാണുന്നതാണ് മ്യൂസിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ചേർച്ചിൻ്റെ സൈഡിലേക്ക് പോകണേണ്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേർച്ചാണ്. പിന്നെ അതിൻ്റെ അറ്റാച്ച് ചെയ്ത് തന്നെ ആ മ്യൂസിയവും ഉണ്ട്. നമുക്ക് മ്യൂസിയത്തിൽ കയറണമെങ്കിൽ കയറാം. പക്ഷേ ചേർച്ചിൽ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് കമ്പൽസറിയാണ്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ട്രൗസർ പിന്നെ സ്ലീവ്ലെസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ അവർ നിങ്ങളുടെ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ കാണുന്നതാണ് മ്യൂസിയം. നമ്മളിനി അടുത്തേക്ക് ചെല്ലുന്തോറും അതിൻ്റെ ആ ഒരു വിസിബിലിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്നാണ് വന്നത്, അറിയാമല്ലോ. വേറെ ഇതിലേക്ക് എൻട്രി ഇല്ല കേട്ടോ, സൈഡിൽ നിന്നൊന്നും എൻട്രി ഇല്ല. മറ്റേ ചർച്ചിന് 1-2 എൻട്രി ഉള്ള പോലെ ഇതിൻ്റെ സൈഡിൽ നിന്നൊന്നും എൻട്രി ഇല്ല. പക്ഷേ അവിടേക്ക് നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇത് വൺ ഓഫ് ദ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു റെക്കഗ്നേഷൻ ഈ ഒരു പള്ളിക്കുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. സേ കാത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാതറിൻ ഓഫ് അലക്സാൻഡ്രിയ അല്ലെങ്കിൽ സെയിൻറ്റ് കാതറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇൻഫർമേഷനെല്ലാം ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ വേറൊരു പ്രത്യേകത പറയണമെങ്കിൽ ഇത് ബിൽഡ് ചെയ്തത് 1510 1510 ഇത് ബിൽഡ് ചെയ്തത്. 1510 പോർച്ചുഗീസുകാരാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവർ ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ഗോവയൊക്കെ പിടിച്ചടക്കിയത്, ഇവിടെ വന്ന് നമ്മുടെ നാട് പിടിച്ചടക്കിയ ആ ഒരു കാലഘട്ടം. അപ്പോൾ ആ സമയത്താണ് ഇവരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസ് ആർമി മുസ്ലിം റൂളേഴ്സിന് എതിരെ യുദ്ധം നടത്തിയിട്ട് അതിൽ അവർ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അത് കോമമറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു സ്മാരകമായിട്ട് പണിതൊരു ചർച്ചാണിത്. ആ കാലത്ത് അത് പണിതപ്പോൾ അത് ചെറിയൊരു സ്ട്രക്ചറായിരുന്നു. അത് നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അറിയാം. ഇന്നലെ ഞാൻ പോയ പള്ളിയിൽ ഞാൻ അത് തന്നെ പറഞ്ഞത്, അതൊരു ചെറിയ സ്ട്രക്ചറായിരുന്നു ഇന്നലെ പോയ ആ ഒരു പള്ളിയിൽ. അത് കഴിഞ്ഞിട്ട് അവരത് വലുതാക്കിയത്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ് അത് അവർ കുറച്ചും കൂടി വിപുലീകരിച്ച് പണിയുന്നത്. ഇതും അതേപോലെ 1510 ബിൽഡ് ചെയ്തതാണെങ്കിലും ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇതേപോലത്തെ ഒരു ചർച്ചാക്കിയത് 1570 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു. എന്നിട്ട് 1610 ഇത് കംപ്ലീഷൻ നടന്നത്, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പണി തീർത്തത്. നമുക്കപ്പോൾ വേണമെങ്കിൽ ഇവിടെ കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാം, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല, അവിടം വരെ ചെന്ന് നിന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഒരു എൻട്രൻസ് അവിടം വരെ ചെന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോരാം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബെല്ലാണ്. അത് ഫ്രണ്ടിലായിരിക്കണം പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇവിടെ ലോകത്ത് തന്നെ, ലോകത്തല്ല ഗോവയിൽ ഏറ്റവും വലിയ ബെല്ല് ഉള്ള ചർച്ചിൽ ഏറ്റവും വലിയ ബെല്ലെന്ന് പറയുന്നത് ഇവിടുത്തെ ചർച്ചിനാണുള്ളത്. ഞാൻ ഇന്നലെ പോയ ചർച്ചുണ്ടല്ലോ, ആ ചർച്ചിലാണ് സെക്കൻഡ് ലാർജസ്റ്റ് ബെല്ലുള്ളത്. പക്ഷേ ഇതിലാണ് ഏറ്റവും വലിയ ബെല്ലുള്ളത്. അതിനൊരു പേരിട്ടിരിക്കുന്നത് ഗോൾഡൻ ബെല്ലെന്നാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ ഈ ഒരു ചർച്ചിൻ്റെ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ചർച്ച് നമ്മൾ അവിടെ നിന്ന് കയറിയ ആ ചർച്ച് അത്രയും ഒരു ക്രൗഡോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അത് ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു റിമെയിൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടിട്ട് തന്നെ അതിന് വളരെ പ്രാധാന്യം ഇവർ കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ചും കൂടി ആളുകൾ കൂടുതലായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല, വലിയൊരു തിരക്ക് അനുഭവപ്പെടത്തില്ല.
ഇവിടെയുള്ള ചേർച്ച് കാര്യങ്ങൾ എല്ലാം തന്നെ പോർച്ചുഗീസ് ആർക്കിടെക്ചറും അവരുടെ ആ ഒരു സ്റ്റൈലും എല്ലാം ആയിരിക്കും. അതുമല്ല അവർ തന്നെ പണിത, പോർച്ചുഗീസുകാർ പണിത കുറേ അധികം കോട്ടകളും പള്ളികളും നിങ്ങളിവിടെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ചർച്ചിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ബിൽഡ് ചെയ്തുകൊണ്ടിട്ടും നല്ലൊരു ഏരിയയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. കണ്ടോ, ഏത് സൈഡിലേക്ക് നമ്മൾ നോക്കിയാലും നല്ലൊരു ഏരിയ ഉണ്ട്, ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഒക്കെ. ഇതാണ് ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നുമുള്ള ഒരു വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല കേട്ടോ, ഇതാണ് ചർച്ചിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡും. ഇവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രി ഉണ്ട്, പക്ഷേ നമ്മൾ മെയിൻ റോഡ് വരുന്നത് അപ്പുറത്തെ സൈഡിലായതുകൊണ്ടിട്ട് നമ്മൾ എൻട്രി എടുത്ത ആ ഒരു സൈഡിൽ നിന്നാണ്. നമുക്കപ്പോൾ ചേർച്ചിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് നോക്കാം. ഇനി ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാനൊന്നും കൂടി കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതേ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയേക്കുന്നതാണ് ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മളിതൊരു സിംഗിൾ വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ കയറിയതും ഇറങ്ങിയതെല്ലാം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഫ്രണ്ടേജൊക്കെ നോക്കി കയറി വരാൻ, ഇതും പള്ളിയുടെ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് തോന്നുന്നു, കയറി വരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഓക്കെ, ഇവിടെ നിന്ന് ആ ഒരു ഇത് കണ്ടോ, നല്ല ലൈറ്റ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഞാനപ്പോൾ പുറത്ത് കൂടി കറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡ് പിടിച്ച് കയറാമെന്നുള്ളതാണ്. അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടികൾ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല എന്നുള്ളൊരു ഇതിനാണെന്ന് തോന്നുന്നു. പക്ഷേ ഡോറ് ക്ലോസ്ഡ് ആണ് കേട്ടോ, ആ ഡോറും ക്ലോസ്ഡ് ആണ്, ആൾക്കാർക്ക് നടന്ന് കയറാനേ പറ്റത്തുള്ളൂ, വണ്ടിക്ക് വരാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഫ്രണ്ടേജ്. നല്ല വെയിലടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഓക്കെ, വെയിലാണ്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ ഓക്കെ, ഇപ്പോൾ ആ സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ മാറി, കണ്ടോ ചേർച്ചിൻ്റെ ആ ഒരു ഇത്. ഓക്കെ, ഇപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ്ടോ. ഇനിയാണ് ഞാൻ അതിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഈ സൈഡ് ശ്രദ്ധിച്ചോ, ഈ സൈഡ്. ഓക്കെ, കണ്ടോ, ഇത് 1732 കാലങ്ങളിൽ, അതാണെന്ന് തോന്നുന്നു, എക്സാക്ട്ലി എനിക്കറിയില്ല, ആ ഒരു കാലഘട്ടങ്ങളിൽ അത് പൊളിഞ്ഞു വീണാണ്. അത് കഴിഞ്ഞിട്ട് അവരത് റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ചേർച്ചിൻ്റെ ബെല്ലാണ്, ഗോൾഡൻ ബെല്ലെന്ന് പറയുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതുണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എടുത്താലും നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടത്തില്ല, ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ പോയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്താൽ അവിടെ നിന്ന് കണ്ടോ ലൈറ്റ് അടിക്കുന്നുണ്ട്, അതുകൊണ്ടോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും കിട്ടത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ തണലത്ത് നിന്ന് എടുക്കുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗോൾഡൻ ബെല്ല് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. ഗോവയിലുള്ള ചേർച്ചിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബെല്ലാണ് ഗോൾഡൻ ബെൽ. ഇത്രയും വലിയ ബെല്ല് ഇവിടുത്തെ ഒരു ചേർച്ചിലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലാനാണ്. ഇതും ചെങ്കല്ലിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെങ്കിലും പുറത്തൊക്കെ സിമെൻറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് അവർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 3 ഡോറാണുള്ളത്. സൈഡ് ഡോസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അതും ഓപ്പൺ അല്ല. എല്ലാ പള്ളിക്കും ഇവിടെ ഉള്ളത് 3 ഡോസ് ഉണ്ടെങ്കിലും അവർ ഒരു ഡോറ് മാത്രമേ ഓപ്പൺ ആക്കുന്നുള്ളൂ. പിന്നെയുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. ആ സൈഡിലൊക്കെ ഡോറുണ്ട്. ഓക്കെ, നമ്മളങ്ങോട്ട് പോകുന്നില്ല, നേരെ ഈ സൈഡ് പിടിച്ച് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ആ പള്ളിയിൽ കണ്ട അത്രയും ഒരു തിരക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അത്രക്കൊരു സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ അത്രയ്ക്ക് അതൊരു ഫേമസ് അല്ല ഈ ചർച്ച്. അതുകൊണ്ടിട്ടാണ് അധികം ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാത്തത്. ഇതുണ്ടോ, അതിൻ്റെ ആ ഒരു ഡോറ്, ഫ്രണ്ടിലെ ഡോറാണ് ഏറ്റവും അടിപൊളി. കണ്ടോ, നല്ല സൂപ്പർ ഡോറ്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ഇതാണ് കണ്ടോ, ഫ്രണ്ടിൽ നിന്നുള്ള ആ ഡോറും കാര്യങ്ങളും. മേളിലൊരു സ്റ്റാർ ഉണ്ട്, മെറി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ഹൈറ്റ് ഉണ്ട് ചേർച്ചിന്. കണ്ടോ, കൊറിയന്ത്യൻസ്, പോർച്ചുഗീസ് പിന്നെ വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ആർക്കിടെക്ചർ മിക്സ് ചെയ്തിട്ടാണ് ഇത് പണിതിരിക്കുന്നതെന്നാണ് പറയുന്നത്.
ഉള്ളിൽ ഇവിടെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. റിലീജിയസ് സർവീസ് ഗോയിങ് ഓൺ, ടൂറിസ്റ്റ് നോട്ട് അലൗഡ്, സേ കാത്തഡ്രൽ ഓൾഡ് ഗോവ. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നില്ല, അത് അലൗഡ് ആയിരിക്കത്തില്ല മിക്കവാറും. അത് നമ്മൾ ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ കണ്ടോ. പ്ലീസ് ഡ്രസ് മോഡസ്റ്റ്, ഇത് അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഡ്രസ് മോഡസ്റ്റ്, ഇംപ്രോപ്പർ ഡ്രസ്സിൻ്റെയും പ്രോപ്പർ ഡ്രസ്സിൻ്റെയും എല്ലാം ഒരു ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് നോട്ട് എ സോഴ്സ് ഓഫ് ഡിസ്ട്രാക്ഷൻ. യു ആർ എൻട്രിങ് എ സീക്രട്ട് പ്ലേസ്, മെയിൻറ്റെയിൻ സൈലൻസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഞാനങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വേണോ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ഒരു തിരക്കിലാണ്, പ്രത്യേകിച്ച് ഡോറിൻ്റെ അവിടെയാണ് എല്ലാവരും നിൽക്കുന്നത് ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഫ്രണ്ടിൽ നിന്ന് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ആ ചേർച്ച്, നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ചേർച്ച് ബോം ജീസസിൻ്റെ അത്രയും ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണേ. നിങ്ങൾ ഗോവയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.